Hi, I am Martin. Today we are continuing anti-Parkinson drug. Today we are going to discuss about the classification of anti-Parkinson drug. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് അപ്രോച്ച് ആണ് ഈ ആന്റി പാർക്കിൻസൺ ഡ്രഗ്സിൽ വരുന്നത്. ദ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അത് ഡോപ്പാമിനർജിക് സിസ്റ്റത്തിൽ അഫക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് കോളിനർജിക് സിസ്റ്റത്തിൽ അഫക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് നിങ്ങളിത് ഈ ക്ലാസ് കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. നമുക്ക് ഇവിടെ വേണ്ടത് ഡോപ്പാമിന്റെ ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് കാറ്റഗറി ഡോപ്പാമിൻ പ്രിക്കേഴ്സർ ലീവോഡോപ്പ, സെക്കൻഡ് കാറ്റഗറി പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റേഴ്സ്. രണ്ട് ഡ്രഗ് ആണ് വരുന്നത്, കാർബിഡോപ്പ ആൻഡ് ബെൻസറാസൈഡ്. ഇത് പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് ബെൻസ് ആണ്, ആ രീതിയിലൊക്കെ പഠിച്ചിട്ടാണ് ഓർത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡോപ്പാമിൻ അഗോണിസ്റ്റ്, രണ്ട് ഡ്രഗ് ആണ്, ബ്രോമോക്രിപ്റ്റിൻ ആൻഡ് പ്രാമിപെക്സോൺ. ഈ ബ്രോമോക്രിപ്റ്റിൻ നമ്മൾ പാർക്കിൻസോണിസത്തിൽ മാത്രമല്ല നമ്മൾ അക്രോമെഗാലിയിൽ ഈ ഒരു ഡ്രഗ് ബ്രോമോക്രിപ്റ്റിൻ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡയബറ്റിസ് മെൽറ്റസിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഹൈപ്പർ പ്രൊലാക്ടിനിമിയ ഈ ഒരു കണ്ടീഷനെല്ലാം ബ്രോമോക്രിപ്റ്റിൻ നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ ഡോപ്പാമിൻ ഫെസിലിറ്റേറ്റർ, എക്സാമ്പിൾ അമാൻറ്റഡിൻ. അമാൻറ്റഡിൻ ആന്റി പാർക്കിൻസൺ ആക്ടിവിറ്റി മാത്രമല്ല, ഇതൊരു ആന്റി വൈറൽ ഡ്രഗ് കൂടെയാണ്. നെക്സ്റ്റ് വൺ കോംറ്റ് ഇൻഹിബിറ്റേഴ്സ്, എക്സാമ്പിൾ എൻഡാകാപ്പോൺ ആൻഡ് ടോൾകാപ്പോൺ. നെക്സ്റ്റ് വൺ മാവോബി ഇൻഹിബിറ്റേഴ്സ്, എക്സാമ്പിൾ സെലിജിലിൻ. അപ്പൊ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് കാറ്റഗറി ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ കോളിനർജിക് സിസ്റ്റം. ഇവിടെ നമുക്ക് അസറ്റൈൽ കൊളിന്റെ എന്താ പറയുക ബൈൻഡിങ്ങിനെ നമുക്ക് കുറച്ചുകൊണ്ട് ആ കോളിനർജിക് എക്സ്ട്രാ ആക്ടിവിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ദ ഫസ്റ്റ് കാറ്റഗറി സെൻട്രൽ ആന്റി കോളിനർജിക്സ്, എക്സാമ്പിൾ ട്രൈഹെക്സിഫെനിഡൈൽ. സെക്കൻഡ് പ്രോസൈക്ലിഡിൻ. ഇനി ഇതിൽ വരുന്ന സെക്കൻഡ് കാറ്റഗറി ഡ്രഗ്സ് ആന്റി ഹിസ്റ്റമിൻസ്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രോമഡാസിൻ. ഇത് റീസൺ ഈ ഒരു ആന്റി ഹിസ്റ്റമിനിക് ഡ്രഗിനും ആന്റി കോളിനർജിക് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രഗ് നമ്മൾ പാർക്കിൻസോണിസത്തിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫാർമക്കോളജി ഓഫ് ലീവോഡോപ്പ. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് എ പ്രോ ഡ്രഗ്. ഇത് മെറ്റബോളിസം നടന്നിട്ടാണ് ഇതിന്റെ ആക്റ്റീവ് ഫോം, അതായത് ലീവോഡോപ്പയായിട്ട് മാറുന്നത്. ഇനി ഇതിന്റെ മെക്കാനിസം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ലീവോഡോപ്പ blood brain barrier cross with the help of carbidopa. Once inside the brain, levodopa is converted to dopamine and it interacts with D2 dopamine receptors. ഇതാണ് എന്നിട്ട് അവിടെയുള്ള ആന്റി പാർക്കിൻസൺ ആക്ടിവിറ്റി. അതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രഗിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അബ്സോർപ്ഷൻ ഫുഡ് ഇന്റർഫിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡ്രഗ് നമ്മൾ ഒരു 30 to 1 hour ബിഫോർ മീൽസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അഡ്വൈസ് എഫക്ട്, സാധാരണ ഇപ്പോൾ എല്ലാത്തിലും നമ്മൾ ഫില്ല് ചെയ്യുന്നത് നോസിയ, വോമിറ്റിംഗ്, ഡയറി എന്ന് കുട്ടികൾ ഇങ്ങനെ ഫില്ല് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു ഡ്രഗിനെ സംബന്ധിച്ച് വോമിറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോപ്പാമിൻ ആണ്, അത് CTZ-നെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് വോമിറ്റിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ദാറ്റ് ഈസ് ടക്കിക്കാർഡിയ ആൻഡ് പോസ്ചറൽ ഹൈപ്പോടെൻഷൻ. പിന്നെ ഇത് പ്രൊലാക്റ്റിൻ റിലീസിന് ഹോർമോൺ ആണ്, അതിന്റെ സപ്രസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഡിസ്കൈനേസിയ. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർത്തോണം ഈ എക്കൈനേസിയ ആൻഡ് ഡിസ്കൈനേസിയ. എക്കൈനേസിയ എന്ന് പറയുന്നത് മൂവ്മെന്റ് ഇല്ലാത്ത ഒരു കണ്ടീഷനാണ്. ഡിസ്കൈനേസിയ എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു മേജർ ലിമിറ്റിംഗ് എന്താ പറയുക ഫാക്ടറാണ് ഇതിന്റെ ഡിസ്കൈനേസിയ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രഗിന്റെ. നമുക്കിത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡ്രഗിന്റെ ഡോസ് വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പൊ കൂടുതൽ പാർക്കിൻസോൺസും കുറച്ചുകൂടെ ഡിറ്റീരിയറേറ്റ് ആകാനുള്ള ഒരു ചാൻസും ഉണ്ട്. നെക്സ്റ്റ് വൺ ഇൻസോംനിയ, യൂഫോറിയ, നൈറ്റ് മെയർസ്. അപ്പൊ നമുക്കറിയാം ഡോപ്പാമിൻ ആണ് ഇത് കുറയുന്ന കണ്ടീഷനാണ്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ലീവോഡോപ്പ ഡോപ്പാമിനായിട്ട് വരുമ്പോൾ ഡോപ്പാമിന്റെ ലെവൽ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു യൂഫോറിയക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഓൺ ഓഫ് ഫിനോമിന എന്ന് പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ചില പേഷ്യൻസിൽ ഒരു എൻഡ് ഓഫ് ഡോസ് അക്കിനേസി എന്ന് പറയും. അതായത് അവര് സെക്കൻഡ് ഡോസ് എടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ സിംറ്റംസ് വയസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ലീവോഡോപ്പ കുറച്ചു നേരത്തേക്ക് അവിടെയുള്ള എന്താ പറയുക മൊബിലിറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്.
ആ ഇംപ്രൂവ് ചെയ്തിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ, അതായത് അടുത്ത ഡോസ് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും ആ ഒരു മസിൽ റിജിഡിറ്റി, അതായത് പാർക്കിൻസോണിസത്തിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. എക്കൈനേസിയ ആൻഡ് മസിൽ റിജിഡിറ്റി കാണിച്ചു തുടങ്ങും. അപ്പൊ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പക്ഷെ ഡോസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡിസ്കൈനേസി എന്ന് പറയുന്നത്, അതായത് അബ്നോർമൽ ഇൻവോളണ്ടറി മൂവ്മെന്റ് അവിടെ പ്രസന്റ് ആണ്. അപ്പൊ ഇതിൽ ആക്ച്വലി സംഭവിക്കുന്ന ഒരു റാപ്പിഡ് ഫ്ലക്ച്വേഷൻ ആണ്. അതായത് ഷോവിങ് നോ beneficial effects of levodopa and showing beneficial effects with dyskinesia. ആ ഒരു റാപ്പിഡ് ഫ്ലക്ച്വേഷൻ രണ്ട് ഫേസും കാണിക്കും. അതിനാണ് നമ്മൾ ഓൺ ഓഫ് ഫിനോമിന എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമുക്ക് ഇതിന്റെ സസ്റ്റൈൻഡ് റിലീസ് പ്രിപ്പറേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഒരു സം എക്സ്റ്റെന്റ് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഡ്രഗ് ഇന്ററാക്ഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ഇന്ററാക്ഷൻ ആണ്. സോ ഇത് വിറ്റമിൻ, ദാറ്റ് ഈസ് B6 പിരിഡോക്സിൻ ആയിട്ട്, അതായത് പിരിഡോക്സിൻ ഇതിന്റെ പെരിഫറൽ മെറ്റബോളിസത്തിന് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ലീവോഡോപ്പയുടെ കുറവ് ലെവല് കുറവായിട്ട് വരും. അപ്പൊ ഈ ഒരു ഡ്രഗ് എടുക്കുന്ന പേഷ്യൻസ് ഇപ്പൊ ഒരു മൾട്ടി വൈറ്റമിൻ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പറയണം, ഇന്ന പോലെ അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സജസ്റ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് ലീവോഡോപ്പ കാർബിഡോപ്പ കോമ്പിനേഷൻ, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ബയോവിലബിലിറ്റി, ലീവോഡോപ്പയുടെ ബയോവിലബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആക്ച്വലി ഈ ലീവോഡോപ്പ ഒരു 1 to 2 hour മാത്രമേ അതിന്റെ ആക്ഷൻ ഉള്ളൂ. അതിന്റെ ടി ഹാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടി ഹാഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിന്റെ വോമിറ്റിംഗ്, CT ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വോമിറ്റിംഗ് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സൈഡ് എഫക്ട് എല്ലാം നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബെറ്റർ പേഷ്യന്റ് കംപ്ലൈന്റ്സ് ആയിരിക്കും. പേഷ്യന്റ് കുറച്ചുകൂടെ എന്താ പറയുക, അവർക്കൊരു സ്വീകാര്യമായിട്ടുള്ള രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4:1 ആണ് ഇതിന്റെ റേഷ്യോ വരുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ആന്റി പാർക്കിൻസൺ ഡ്രഗ്.